ഹലോ മക്കളെ എങ്ങനെ പോകുന്നു നമ്മുടെ കെമിസ്ട്രിയുടെ പ്രിപ്പറേഷനൊക്കെ ഇതാ എടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ. എക്സാം ഇതാ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. മക്കളെ ടെൻഷനും കാര്യങ്ങളൊന്നും ആവണ്ട, നിങ്ങൾ കൂളായിട്ട് പഠിക്കുക. എക്സാം ടൈറ്റ് ആവുമെന്ന് കരുതി ചിലവരൊക്കെ ഭയങ്കര ടെൻഷനില്ല. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഡ്യൂട്ടി മാക്സിമം അടിപൊളിയായിട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ വരും പോലെ വരട്ടണം. ഇത് വലുത് വന്നിട്ട് തളർന്നിട്ടില്ലല്ലോ, പിന്നെയാണോ ഈ ചെറുത്? പോട്ടെ. ഓക്കെ, നിങ്ങളുടെ ഡ്യൂട്ടി മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യുക, ബാക്കിയൊക്കെ തരുന്ന പോലെ നമ്മൾ മുന്നിൽ നേരിടും കേട്ടോ. ഓക്കെ ആണല്ലോ. ചിലവർ ഇപ്പോഴത്തെ തർക്കത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യാണ്, മണ്ടിപ്പാഞ്ഞ് നോക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നോക്ക്, അല്ലാതെ കുറേ ടെൻഷൻ അടിച്ച് ഉള്ളതും കൂടി ഇല്ലാത്ത അവസ്ഥയാക്കരുത്. നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുമ്പോൾ അതിൽ അറിയുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അറിയാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടാവണം. അപ്പോഴേ അതൊരു പരീക്ഷ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ പോട്ടെ. അപ്പം മക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്, മൊളാർ കണ്ടക്ടിവിറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എപ്പോഴും ചോദ്യം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദ്യം കയറി വരുന്ന ഒരു ഭാഗമാണ്, പലരും തെറ്റിക്കുന്നതുമായിട്ടുള്ളൊരു ഭാഗമാണ്. അത് നമ്മളിന്ന് സെറ്റാക്കാൻ പോവാണ്. ഈ വീഡിയോ കാണുന്നതോടുകൂടി ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു പ്രശ്നമില്ലാതെ ഞങ്ങളെല്ലാം ചെയ്യുമെന്നാക്കി തരാം. ശ്രദ്ധിച്ചോ. എന്താണ് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, എന്നാലേ ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എന്താണ് ഇലക്ട്രോലൈറ്റ്, എന്താണ് സ്ട്രോങ് ഇലക്ട്രോ, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്, കണ്ടക്ടിവിറ്റി എന്താ, മോളാർ കണ്ടക്ടിവിറ്റി എന്താ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ. എന്നിട്ട് നമുക്കിത് വെച്ചുള്ള ചോദ്യങ്ങളോടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം അങ്ങോട്ട് സെറ്റായി. പിന്നെ നമുക്ക് ഈ ഭാഗം നോക്കണ്ട. ഇനി ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റും. പഠിച്ചവരാണെങ്കിലും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം, ഒന്ന് കണ്ട് റിവൈസ് ചെയ്യാൻ പറ്റും. എടാ, ഒരു സൊല്യൂഷൻ, നമ്മൾ ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയില്ലേ അത് കണ്ടക്ടറാണെന്ന്, അല്ലേ? ഏതൊരു സാധനം എടുത്തിട്ട് അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അതൊരു കണ്ടക്ടറാണെന്ന്. അതേപോലെ തന്നെ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റുള്ള സാധനം എടുത്തു, ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണ്, അല്ലേ? മറ്റേ നൻപൻ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്, യൂറിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇതായി കൊടുക്കും. കാരണം എന്താ, യൂറിൻ എന്തിൻ്റെ കണ്ടക്ടറാണ്, യൂറിൻ ഒരു ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ. അതാണ് പറഞ്ഞത്. ഏതൊരു സാധനവും ഏതൊരു ലിക്വിഡും എന്താണ്, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി പോകാൻ പറ്റുമെങ്കിൽ, അതിലൂടെ ഇലക്ട്രിസിറ്റി പോകുമെങ്കിൽ നമുക്ക് പറയാം ആ സാധനം എന്താണ്, ഇറ്റ്സ് എ കണ്ടക്ടർ. ഓക്കെ, ഈസ് എ കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്, അല്ലേ? കണ്ടക്ടർ അല്ല ഇലക്ട്രോലൈറ്റ് കേട്ടോ, സോറി മാറിപ്പോയി. കണ്ടക്ടർ അല്ല ഇലക്ട്രോലൈറ്റ്. കണ്ടക്ടർ ആണെങ്കിൽ ഇതാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ് കണ്ടക്ടർ, ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട് മക്കളെ. എന്ത് ഇലക്ട്രോലൈറ്റാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എടാ, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ കാരണം ആരാ? അതിൽക്കൂടെ ഇലക്ട്രിസിറ്റി പോകണമെങ്കിൽ അവിടെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോൺസ് ആണ് ഒരു കണ്ടക്ടറിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യിപ്പിക്കാൻ കാരണക്കാരൻ. പക്ഷേ ഈ ഇലക്ട്രോലൈറ്റിൽ അവരല്ല. ഇലക്ട്രോലൈറ്റിൽ ആരാ? അയോൺസാ. ഇപ്പോൾ NaCl ആണെങ്കിൽ Na+Cl- ഒക്കെ ഉണ്ടായിരിക്കും, NaCl ആണെങ്കിൽ Na+ഓ Cl- ഒക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ഈ അയോണുകളാണ് ആരെ കടത്തിവിടുന്നത്, നമ്മുടെ സ്വന്തം ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്നത്. ഓക്കെ, അപ്പോൾ അയോൺസ് ആണ് നമ്മുടെ ഇവിടെ എന്തിന് കാരണക്കാരൻ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കാരണക്കാരൻ. സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ HCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. എന്താ മീൻ ചെയ്യുന്നത് അറിയോ മക്കളെ? നമ്മളൊരു 5 HCl കൊടുത്തു വിചാരിക്കുക, 5 HCl. അത് 5ഉം എന്തായിട്ട് മാറും, H+ഉം Cl- ആവും. അയോൺസ് ആയാലല്ലേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് 5 H+ഉം 5 HCl ആയിട്ട് മാറും. കംപ്ലീറ്റ്ലി അയോൺസ് ആയിട്ട് മാറും. നമ്മൾ എന്താണ് ഇടുന്നത് അത് കംപ്ലീറ്റും അയോൺ ആയിട്ട് മാറും. 10 HCl ഇട്ട് കഴിഞ്ഞാൽ 10 H+ഉം 10 Cl- ഉണ്ടാവും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് അങ്ങനെയല്ല. വീക്ക് ഇലക്ട്രോലൈറ്റ് 10 ഇട്ട് കഴിഞ്ഞാൽ 5 എണ്ണം മാത്രമേ അയോൺ ആവുള്ളൂ. അപ്പോൾ ഏതായിരിക്കും നല്ല കണ്ടക്ടറിൽ ഏതായിരിക്കും മക്കളെ? സ്ട്രോങ് ആയിരിക്കും. കാരണം അതിലാണ് അയോൺസ് കൂടുതൽ ഉണ്ടാവുക. അതിലാണ് അയോണൈസേഷൻ കൂടുതൽ, അയോണായി മാറുന്നത്. അയോൺ കൂടിയാലല്ലേ ഇലക്ട്രിസിറ്റി പോവുള്ളൂ. അപ്പോൾ അയോണൈസേഷൻ കൂടുതലായിരിക്കാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണ്. അതുകൊണ്ട് അതിനായിരിക്കും നല്ല കണ്ടക്ടറും അത് തന്നെയായിരിക്കും. ഓക്കെ, വീക്ക് പക്ഷേ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നെക്സ്റ്റ് കണ്ടക്ടിവിറ്റി എന്നൊരു സാധനം അല്ലേ. കണ്ടക്ടിവിറ്റി നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മോളാർ കണ്ടക്ടിവിറ്റിയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്നാലും പറയാം, എടാ, ഈ സൊല്യൂഷന് ഇതിന് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യിപ്പിക്കാനുള്ള കഴിവില്ലേ? ഇതിലേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യിപ്പിക്കാനുള്ള കഴിവില്ലേ? ആ കഴിവിനെ ഫ്ലോ ചെയ്യിപ്പിക്കാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടക്ടിവിറ്റി എന്ന് പറയുക. ഇപ്പോൾ ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. കുറേ ഇതൊക്കെ ഉണ്ടായിരിക്കും, റെസിപ്രോക്കൽ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇതൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇപ്പോൾ ഓർത്തിക്കുക. നമുക്ക് കൺസെപ്റ്റ് കിട്ടുക എന്നുള്ളതാണല്ലോ, ഒക്കെ ഡീപ്പായിട്ട് പഠിക്കുന്നതല്ല, കൺസെപ്റ്റ് സെറ്റാക്കുക. അപ്പോൾ കണ്ടക്ടിവിറ്റി. പക്ഷേ എന്താ മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നായകൻ.
മൊളാർ കണ്ടക്ടിവിറ്റി. എന്താ മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? ലാംഡ എന്നാ പറയുക, ലാംഡ എം മൊളാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി തന്നെയാണ്, അതായത് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് തന്നെയാണ്. ആരുടേത്? 1 മോളാർ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്രയായിരിക്കണം? 1 മോളാർ ആയിരിക്കണം. ആ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാണെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി നമ്മൾ പറയും എന്താണ്? മൊളാർ കണ്ടക്ടിവിറ്റി, ലാംഡ എം എന്ന് പറയും കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ഇതാ ഓരോന്നോരോന്നും കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോലൈറ്റ്. അയോൺസ് ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സ്ട്രോങ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അയോണൈസ് ആവും, പാർഷ്യലി മാത്രമേ അയോണൈസ് ആവുള്ളൂ. ഇനി എന്താ മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓഫ് 1 മോളാർ സൊല്യൂഷൻ. ഒരു മോളാർ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയാം? മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. സെറ്റാണ്. സെറ്റ് ഇതവിടെ കൊടുത്തിട്ടുണ്ടോ? ലാംഡ എം, അതിൻ്റെ ഇക്വേഷൻ ലാംഡ സിമ്പിൾ ടു കാപ്പ ബൈ സി ഇൻറ്റു 1000. കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റിയാണ്, സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇൻറ്റു 1000. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിച്ചാൽ മതി. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ ചോദ്യം. ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഇല്ലേ, അത് നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ, അത് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതാണ് മക്കളെ നമ്മുടെ ചോദ്യം. മക്കളെ എന്താ ചോദ്യം? ഹൗ ഡസ്, എന്ത് സംഭവിക്കുന്നു, ആർക്ക് എന്ത് സംഭവിക്കുന്നു, എപ്പോൾ എന്ത് സംഭവിക്കുന്നു? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ വേരി വിത്ത് കോൺസെൻട്രേഷൻ ഓർ ഡൈലൂഷൻ. ഒരു സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷനെ നമ്മൾ ഡൈലൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഡൈലൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ കുറയ്ക്കുക, വെള്ളം ചേർക്കുക. ഡൈലൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ചേർക്കുക. വെള്ളം ചേരുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മൊളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എന്തുകൊണ്ട്, എങ്ങനെയെന്നൊക്കെ പറയാം. ഒന്നും കൂടി പറയാം. നമ്മളൊരു സൊല്യൂഷൻ എടുത്തു, അതിൻ്റെ ഒരു മോളുള്ള സൊല്യൂഷൻ എടുത്തു, അതിൻ്റെ കണ്ടക്ടിവിറ്റിയാണല്ലോ നമ്മൾ മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തു, അതായത് ഡൈലൂട്ട് ചെയ്യാൻ തുടങ്ങി. ഡൈലൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മൊളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക, കാരണം എന്താണ് എന്നൊക്കെയാണ് ചോദ്യം. സെറ്റ്, നമ്മൾ നോക്കാൻ പോവാം. 2 ഇലക്ട്രോലൈറ്റിനെ വെച്ചും പറയണം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? കാരണം എന്താ? വീക്ക് ഇലക്ട്രോലൈറ്റിന് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? കാരണം എന്താ? നമ്മൾ ആദ്യം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ പറയാൻ പോട്ടെ. മക്കളെ ശ്രദ്ധിച്ചോ. പലർക്കും ഇതായിട്ടുള്ള സാധനം, ഇത് കേട്ടിരുന്നാൽ മാത്രം മതി, പിന്നെ ഇത് മറക്കില്ല. ഒരു HCl എടുത്തിട്ടുണ്ട്. HCl എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതിലേക്ക് ഇതിപ്പോൾ കോൺസെൻട്രേഷൻ ഉള്ള ആളല്ലേ, ഇനി കോൺസെൻട്രേഷൻ കുറയ്ക്കുക നമ്മൾ ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ എന്താ ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡൈലൂട്ട് ചെയ്താൽ മതി. ഇങ്ങനെ വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാൻ കുറേ H2O ആഡ് ചെയ്യും. H2O ആഡ് ചെയ്യുമ്പോൾ ഇതിൽ സത്യത്തിൽ ഈ സൊല്യൂഷനിൽ ആരൊക്കെ ഉള്ളത്? H+ഉം Cl-, കുറേ H+കളും കുറേ Cl-കളുള്ളത്, കുറേ H+കളും കുറേ Cl-കളുള്ളത്. ഞാൻ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്താ ഇവരെന്ത് ചെയ്യും? ഇവരിടയ്ക്ക് കടന്നിട്ട് എന്ത് ചെയ്യും? H2O വന്ന് കയറി നിൽക്കാൻ തുടങ്ങും. ഇടയ്ക്ക് വന്നിട്ട് H2O ഇങ്ങനെ കയറി വന്ന് നിൽക്കാൻ തുടങ്ങും അല്ലേ? ഇതാണ് H+. അവിടെ കറക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. മറ്റേ ധീര വീര ആ പാട്ടില്ലേ, ആ പാട്ടുള്ള സിനിമയിലാണല്ലേ ഇത്. ആ പാട്ടുള്ള സിനിമയത്തെ ഒരു സീനാണ് കേട്ടോ മക്കളെ. ഒരു സീനാണ് കണ്ടോ? ഇതാണ് നമ്മുടെ H+. ഓക്കെ, കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? ഇതാണ് നമ്മുടെ H+. കാണോ? ഇത് കാണില്ല. അപ്പോൾ ഇവിടെ കേട്ടോ, ഇതാണ് നമ്മുടെ H+, ഇതാണ് നമ്മുടെ Cl-. ഇവർ രണ്ടുപേരും എടുത്തിങ്ങനെ നിൽക്കായിരുന്നു അയോണായിട്ട്. അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഒരു വില്ലനായിട്ട് ആര് വരുന്നത്? H2O വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ അകലാൻ തുടങ്ങും. ഡൈലൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവരിടയ്ക്കുള്ള അകലം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അകലം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ ഇങ്ങോട്ട് പോരാ, Cl- അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ അയോൺസിൻ്റെ മൊബിലിറ്റി കൂടിയില്ലേ? അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കാൻ തുടങ്ങിയില്ലേ? നടുക്ക് H2O വരുമ്പോൾ ഇവരിങ്ങനെ അകന്നകന്ന് പോയി. അപ്പോൾ ഇവരുടെ മൊബിലിറ്റി കൂടുകയാണെങ്കിൽ അവരുടെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. കാരണം അയോൺസ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിസിറ്റി ഉണ്ടാവുക എന്ന് പറയാം. അപ്പോൾ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൂടുകയാണ് അവിടെ. അപ്പോൾ എന്തും കൂടുന്നുണ്ട്? കണ്ടക്ടിവിറ്റിയും കൂടുന്നുണ്ട്. ഇതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. ഒന്നുകൂടി പറയാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ്ലി അയോൺസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഡൈലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ മൊബിലിറ്റി കൂടുന്നു, അവരുടെ ഇളക്കം കൂടുന്നു. അതുകൊണ്ട് അവരുടെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കൂടായിരിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ അവിടെ ഒരു ഇതായിട്ട് എത്തിയത്, നമ്മളൊരു കൺക്ലൂഷനായിട്ട് എത്തിയത് ഇതാണ്. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. സെറ്റ്. അപ്പോൾ സ്ട്രോങ്ങിൻ്റെ അങ്ങനെയാണെന്ന് മനസ്സിലായി. പക്ഷേ വീക്കിൻ്റെ എങ്ങനെയാണ്? വീക്ക് CH3COH
ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റാ സ്റ്റാർസ് ആയാലോ. ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റാ. ഈ വീക്ക് ഇലക്ട്രോലൈറ്റിൽ എന്താ സംഭവിക്കുക? അങ്ങനെ എന്ന് പറഞ്ഞു മക്കളെ ശ്രദ്ധിച്ചോ എന്താ സംഭവിക്കുക? ഇതിൽ വീക്ക് ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്താ? അതിലും കംപ്ലീറ്റ് ഒരു 10 ഉണ്ടെങ്കിൽ ഒരു 5 മാത്രമേ അയോൺ ആയിട്ടുണ്ടാവുള്ളൂ, 5 അയോൺസ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള അയോൺസിന്റെ എണ്ണം, അതായത് ഇത് വീണ്ടും ഇതിപ്പോൾ 10 ഉണ്ടെങ്കിൽ 5 മാത്രമേ അയോൺസ് ആയിട്ടുണ്ടാവുള്ളൂ, 5 അതേപോലെ തന്നെ നിൽക്കുമായിരിക്കും. നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള 5 അയോൺസ് ആവാൻ തുടങ്ങും. അയോൺസിന്റെ എണ്ണം കൂടും മക്കളെ. അങ്ങനെ അയോൺസിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റിയും കൂടുമല്ലോ. അപ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റിയും കൂടും, അയോൺസിന്റെ എണ്ണം കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിയും കൂടും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നാ പറയുക, അതായത് അയോൺസ് ആവുന്നത് കൂടും. അപ്പൊ ഇവിടെ അത് പഠിച്ചൂലേ? ഇവിടെ അത് തന്നെയാണ് അല്ലേ. അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ ഡയലൂഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൂടുതൽ. അപ്പൊ രണ്ടെണ്ണത്തിലും മക്കളെ, സ്ട്രോങ്ങിലും വീക്കിലും എന്തുതന്നെയാണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൂടുതൽ തന്നെയാണ്. പക്ഷേ രണ്ടിനും കാരണം വ്യത്യാസമാണ്. ഇനി നമുക്കൊരു ആൻസർ ചെയ്ത് നോക്കിയാലോ? അതിന്റെ ആൻസർ ഒന്ന് നോക്കിയാലോ. ആൻസർ ഇതാ മക്കളെ, ആൻസർ ഇതാ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ദ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡയലൂഷൻ. ഡയലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഫോർ ബോത്ത് എന്താണ്? സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്, രണ്ടിനും സ്ട്രോങ്ങിനും വീക്കിനും എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം എന്താ? ദിസ് ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാ? ഇൻക്രീസ് ഇൻ ദി അയോണിക് മൊബിലിറ്റി ഓഫ് ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് കൂടാൻ കാരണം എന്താ? മൊബിലിറ്റി കൂടുന്നുണ്ട്. കാരണം ഇടയിൽ H2O വന്ന് നിൽക്കുകയാണല്ലോ. എന്നാലോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റിന് കൂടാൻ കാരണം എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുന്നുണ്ട്, അയോൺസ് ആവുന്നത് കൂടുന്നുണ്ട്. സെറ്റ്. ഇനി നെക്സ്റ്റ് ഒരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലേ. നമ്മളിങ്ങനെ ഡയലൂഷൻ ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ടിവിറ്റി കൂടി വരുന്നല്ലേ പറഞ്ഞത് അല്ലേ? കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനനുസരിച്ച് മക്കളെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടി വരും. അങ്ങനെ കോൺസെൻട്രേഷൻ ഞാൻ കുറച്ച് അല്ലേ, കോൺസെൻട്രേഷൻ ഞാൻ കുറച്ച് സീറോന്റെ അടുത്ത്, ഏറ്റവും ചെറുത്, അതായത് സീറോന്റെ അടുത്ത് എത്തിച്ചാൽ, സീറോ ആക്കിയാൽ അതിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി കൂടി മാക്സിമം എത്തിണ്ടാവും. കാരണം ഇത് കുറഞ്ഞതിനനുസരിച്ച് ഇത് കൂടുക ചെയ്യാം. അപ്പോ എന്താണോ കോൺസെൻട്രേഷൻ സീറോയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഡയലൂഷൻ മാക്സിമം, അതാണല്ലോ കോൺസെൻട്രേഷൻ സീറോ എന്ന് പറഞ്ഞാൽ ഡയലൂഷൻ മാക്സിമം ചെയ്തു, സീറോയിലെത്തുമ്പോൾ എന്താണോ അതിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി, λm0 എന്ന് പറയാം. സെറ്റായോ മക്കളെ? സെറ്റായോ? അതായത് നമ്മൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനനുസരിച്ച് അതിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി കൂടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ച് മാക്സിമം കുറച്ചു, സീറോ എത്തിച്ചു. അപ്പൊ അതിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ആവൂലേ? ഇത് മിനിമം ആകുമ്പോൾ അത് മാക്സിമം ആയിരിക്കും. അപ്പോൾ ആ മാക്സിമം ആയിട്ടുള്ള മൊളാർ കണ്ടക്ടിവിറ്റി നമ്മൾ എന്താ പറയുക? ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി. കണ്ടോ ഇവിടെ കൊടുത്തുണ്ടോ? ഇതൊക്കെ മക്കളെ, ദിസ് ഈസ് ദ മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഒരു ഇലക്ട്രോലൈറ്റിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി തന്നെ എപ്പോഴുള്ള മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ സീറോ ആകുമ്പോഴുള്ള മൊളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ സെറ്റായ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ മാത്രമായിട്ടല്ല പറഞ്ഞത്. ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തി, ആദ്യം ആ ക്വസ്റ്റ്യനിലേക്ക് വന്നു, പിന്നെ ആ ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ഇനി തീർന്നിട്ടില്ല മക്കളെ, നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. അതായത് കോൺസെൻട്രേഷൻ നമ്മൾ റൂട്ട് സി ആയിട്ട് കൊടുക്കുക. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ റൂട്ട് കൂടി ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാറ്. ഇവിടെ നമ്മൾ മൊളാർ കണ്ടക്ടിവിറ്റിയും കൊടുക്കും. നമ്മൾ എന്താ പഠിച്ചത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ എന്താ പഠിച്ചത്? കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട്, കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് മൊളാർ കണ്ടക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ എങ്ങനെ വരിക? കോൺസെൻട്രേഷൻ ഇവിടെ ആവുമ്പോൾ മാക്സിമം ആണെന്ന് വിചാരിച്ചു, അപ്പോൾ കണ്ടക്ടിവിറ്റി കുറവല്ലേ? ഇവിടെ കോൺസെൻട്രേഷൻ നല്ല കൂടുതൽ, ഇവിടെയല്ലേ കോൺസെൻട്രേഷൻ സീറോ ആയിട്ടുള്ളത്, ഇങ്ങോട്ട് വരുന്നതും കൂടും. അപ്പോൾ ഇവിടെ ആവുമ്പോൾ എന്താണ്? മൊളാർ കണ്ടക്ടിവിറ്റി എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി ഇവിടെ ഇരിക്കും. ഇനി കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരികയല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരില്ല. അതിനനുസരിച്ച് മൊളാർ കണ്ടക്ടിവിറ്റി നമ്മൾ എന്താ പറഞ്ഞത്? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഗ്രാഫ് വരും. ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് വരും. ഇവിടെ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ്, അതായത് കോൺസെൻട്രേഷൻ സീറോ ആവുന്നതല്ലേ ഈ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. പഠിച്ചോ അല്ലേ? കോൺസെൻട്രേഷൻ സീറോ എന്ന് പറഞ്ഞ ഈ പോയിന്റാ, ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. സെറ്റ്. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ. വീക്കിൽ എന്താ വ്യത്യാസം? ഇതേപോലെ തന്നെയാണ് റൂട്ട് സി, അതുപോലെ തന്നെ λm.
കുറേ തന്നെയാണ് ഇതിനെ കുറയുന്ന ഇത് ഇങ്ങനെ ഇതെന്ത് ചെയ്യുന്നു കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് ഇത് കൂടി വരിക. പക്ഷെ എന്താ വ്യത്യാസം, മറ്റേതൊരു റെഗുലർ ആയിട്ട് ഇങ്ങനെ കുറയുക ചെയ്തത്. ഇവിടെ റെഗുലർ ആവില്ല, ഇവിടെ എന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കും പോവുക. കുറേ തന്നെയാണ് അല്ലേ, ഇതിങ്ങനെ കുറയുന്നതിനനുസരിച്ച് ഇത് കൂടി കൂടി വരുന്നതാണ്. രണ്ട് സെയിം തന്നെയാണ്, പക്ഷെ മറ്റോടത്ത് പോലെയല്ല. ഇതാണ് വ്യത്യാസം. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ചോദ്യം. അപ്പോൾ ഇത് മുട്ടുന്ന സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല, ഇത് മുട്ടുന്ന സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല അല്ലേ. അതായത് ഇവിടെ ലാംഡ എം നോട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലടാ. മറ്റോർത്ത് നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമ്മുടെ ഗ്രാഫിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രാഫിൽ തന്നെ സെറ്റ് ആവുന്നത്, പക്ഷെ മറ്റോടത്ത് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യണം കേട്ടോ. കണ്ടോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇത് ഒരുമിച്ചിട്ട് വരച്ചു കേട്ടോ. ഇത് സ്ട്രോങ്ങിൻ്റെത്, ഇത് വീക്കിൻ്റെത് കേട്ടോ. അപ്പോൾ ഒരുമിച്ചിട്ട് വരച്ചു എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ സ്ട്രോങ്ങിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ച് തന്നെ മക്കളെ കണ്ടുപിടിക്കാം. പക്ഷേ വീക്കിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ചോദ്യം, വീക്കിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. കോൾ-റാഷസ് ലോ. കണ്ട മക്കളെ, നമ്മൾ കണക്ട് ചെയ്ത് ഇവിടുന്ന് വരുന്ന ഈ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് സെറ്റാകണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത. എന്താണ് കോൾ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് പറഞ്ഞ് ചോദിക്കും. അത് സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം. എന്തിനും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനും വിഷയം. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒരു വട്ടം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാ, ലാംഡ എം നോട്ട്. സ്ട്രോങ്ങിനെ എങ്ങനെ കണ്ടുപിടിക്കുക, ഗ്രാഫ് വെച്ചിട്ട് നോക്കാൻ പറ്റും. പക്ഷെ വീക്കിൻ്റെ ഇപ്പോൾ അവിടെ കൂട്ടിമുട്ടെന്ന് അറിയില്ല, അത് അവിടെയാവും, അങ്ങ് അബുദാബിയിലാവും കൂട്ടിമുട്ട്. അതിപ്പോൾ എവിടെയെന്ന് അറിയില്ല, ഇൻഫിനിറ്റിയിലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾ-റാഷസ് ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു ആപ്ലിക്കേഷൻ. എന്താ കോൾ-റാഷസ് ലോ പറയുന്നത് മക്കളെ, സെറ്റായി പറയാൻ പോവാ. ശ്രദ്ധിച്ചോ. കോൾ-റാഷസ് ലോ പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെ ഫാമിലി ഫാദർ, കുട്ടി, ചൈൽഡ് മദർ ഉണ്ട് വിചാരിച്ചു. ഇവരുടെ ഒരാളുടെ വയസ്സ് 50, ഇത് 45, ഇത് 10 ആണെന്ന് വിചാരിക്കും. ഇവരുടെ ഈ ഫാമിലിൻ്റെ മൊത്തം വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയാം? ഈ ഫാമിലിൻ്റെ മൊത്തം വയസ്സ് ഇതൊക്കെ പാടെ കൂടി കൂട്ടിയാൽ പോരെ അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 50, 10, 45. ചെയ്യടാ 105 ഇതിൻ്റെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ അതെന്നെ കോൾ-റാഷസ് പറഞ്ഞു. പക്ഷെ വയസ്സല്ല, വയസ്സിന് പകരം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഫാമിലിക്ക് പകരം ഒരു സാൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മോളിക്യൂളോ ഏതെങ്കിലും. ഇതാ NaCl എന്ന് പറയുന്ന ഫാമിലി. ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിലുള്ള ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള Na+ൻ്റെയും Cl-ൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ടാവുമല്ലോ, അവർക്കൊരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ടാവുമല്ലോ, അതങ്ങോട്ട് കൂട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. എടാ, ഒരു സാൾട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ഏതാണോ ഇലക്ട്രോലൈറ്റ് അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ അതിൽ ആരൊക്കെയാണോ അയോൺസ് ഉള്ളത് ആ അയോൺസിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൂട്ടിയാൽ മതി. സെറ്റിമസ്. ദാ പറഞ്ഞിരിക്കണ്ടോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എന്താ പറഞ്ഞത് the limiting molar conductivity of a electrolyte is the sum of individual contribution of anion and cation. Anion cation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അയോൺസുകളുടെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ്റെ സമ്മ്, അതായത് അവരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മ്, അതായിരിക്കും ആ സൊല്യൂഷൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. സെറ്റാണ് മക്കളെ, സെറ്റാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലിമിറ്റിംഗ് മോളാർ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് എന്താ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആൽഫ = λm/λ0. പിന്നെ എന്താണ്, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K = C⁴ - 1 - α. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇതും കണ്ടുപിടിക്കാൻ പറ്റും. C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കേട്ടോ. ഇതൊക്കെ എക്സാം ടൈറ്റ് ആവുകയാണെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം. ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം ചിലപ്പോൾ കേട്ടോ, ഉറപ്പില്ല പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതാ ഇതിങ്ങി പറയേണ്ടല്ലോ, സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ചോദ്യം ഉണ്ടാവും, എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം. ഒരു കോമ്പൗണ്ട് തരും, എന്നിട്ട് അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് കുറേ ആൾക്കാരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിൻ്റെ വാല്യൂ തരും ചെയ്യും. നമുക്ക് ഏതിൻ്റെ കണ്ടുപിടിക്കണം നമുക്ക് നോക്കാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ്
HAC. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതാം HAC അല്ലേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്താം HAC എന്ന് എഴുതാം. ഇതിൻ്റെ ലാംഡായം നോട്ട കണ്ടുപിടിക്കണം. നമുക്കറിയാം കോൾറാഷസ് ലോ പ്രകാരം ഇതിൻ്റെ നമ്മുടെ സ്വന്തം അതിൻ്റെ HACയുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ എച്ചിൻ്റെയും AC-ൻ്റെയും കണ്ടുപിടിച്ചാൽ പോരെ, H അയോണിൻ്റെയും AC അയോണിൻ്റെയും കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചെണ്ണം വാല്യൂസ് തന്നിട്ടുണ്ടാവും. നിങ്ങൾ എങ്ങനെയാ വാല്യൂസ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. ഇതിൽ H ഇല്ലേ, H ഉള്ള ഏതെങ്കിലും ഒരു ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. H ഇപ്പോൾ ഇതിൽ ഏതാണുള്ളത്, ഇതിൻ്റെ തന്നുള്ളത്. H ഉള്ളത് HCl അല്ലേ. അപ്പോൾ HClൻ്റെ ലാംഡായം HCl പ്ലസ് ഇനി ആരാ AC, ഇതിലാർക്കാ AC ഉള്ള ആരാ NaAC അല്ലേ. ലാംഡായം നോട്ട് ഓഫ് NaAC കഴിഞ്ഞു. പക്ഷേ ഇതിൽ ആരൊക്കെ കൂടുതലുണ്ട്? ഇവിടെ AC-നെ മതി, Na നമുക്ക് വേണ്ട, അതിവിടെ Na ഓവറാ. ഇവിടെ Cl മതി, H മതി, Cl വേണ്ട, Cl അവിടെ ഓവറാ. അപ്പോൾ ആരെ മൈനസ് ചെയ്ത് കളയണം? ലാംഡായം. ആരൊക്കെ മൈനസ് ചെയ്ത് കളയണം മക്കളെ? NaCl മൈനസ് ചെയ്ത് കളയണം. ഇനി ഒന്നുമില്ല, 3 ആൾക്കാർ തന്നിട്ടുണ്ടാവും. അതിൽ 2 ആൾക്കാർ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ളതായിരിക്കും. ഒരാൾ നമ്മുടെ ക്വസ്റ്റ്യനിലായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, അയാളെ മൈനസ് ചെയ്ത് കളയണം. ഇവിടെ Na ഉണ്ടോ? Na ഇല്ല. ഇവിടെ Cl ഉണ്ടോ? Cl ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യനായിട്ടൊരു ബന്ധമല്ല. ഇവിടെ H ഉണ്ടോ? H ഉണ്ട്. അപ്പം അതിന് പ്ലസ് ചെയ്യണം. ഇവിടെ Na ഉണ്ടോ? ഇല്ല. AC ഉണ്ടോ? AC ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് പ്ലസ് ചെയ്യായിരിക്കും. 2 ആളുകളും ക്വസ്റ്റ്യൻ ഇല്ലാത്തവരാണെങ്കിൽ അത് മൈനസ് ചെയ്യായിരിക്കും. അങ്ങനെ ഓർത്താൽ മതി. ഇനി എന്താ വാല്യൂസ് കൊടുക്കുക? ഓരോന്നിൻ്റെ വാല്യൂസ്. HClൻ്റെ വാല്യൂ എത്ര കൊടുത്തുള്ളത്? 4 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടോ, ഓരോന്നിൻ്റെ വാല്യൂസ് ഇവിടെ വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കൊടുക്കുക, നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് ഏരിയ എത്ര സെറ്റ്. മക്കളെ, ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ എക്സാമുകൾക്കൊക്കെ ഈ ഒരു കോൾറാഷസ് ലോയും കോൺസെൻട്രേഷനൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് പോയത്. പഠിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് കണ്ടെന്ന് സെറ്റാക്കുക. ഞാൻ പഠിച്ചൊക്കെ സെറ്റല്ലേ നോക്കുക, അല്ലാത്തൊരു ഇപ്പിരുന്ന് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, സെറ്റ് ഓക്കെ.